ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ചെന്നു, ഹാൻഡ് വാഷ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് ഞാനൊക്കെ. അപ്പോൾ പിള്ളേർക്ക് അവിടെ ചെന്നപ്പോൾ ഈ പേപ്പർ കിട്ടിയിട്ടുണ്ട്. ഇതിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട് കേട്ടോ അവർക്ക് കളിക്കാനായിട്ട്. മൂന്നും അതിൻ്റെ പിന്നാലെ ആയിരുന്നു. എന്താണ് കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. എന്തെങ്കിലും മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർക്കുള്ള ഫുഡും കൂടി ഞാനാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആൾ വന്നു, ഇക്ക ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൂന്നെണ്ണം കൂടിയിട്ട് പിന്നെയും കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു പേനൊക്കെ വാങ്ങി സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലൊരു ബട്ടർഫ്ലൈ ഉണ്ട്. ആ ബട്ടർഫ്ലൈക്ക് അതിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ കാണിച്ചു കൊടുക്കേണ്ടത്. പിന്നെ എപ്പോൾ കളി തുടങ്ങിയാലും അത് തല്ലിലാണ് കേട്ടോ അവസാനിക്കുക. അങ്ങനെ മൂന്നും കൂടി അവിടെ കിടന്ന് മുട്ടൻ അടിയായിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫുഡ് വന്നു. അബി അബി എടാ 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 നീ കളിയാക്കിച്ചിരിക്കുകയാണല്ലേ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് എന്നെ കളിയാക്കി കൊന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് വരാനായിട്ട് അത്യാവശ്യം നല്ലപോലെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പിന്നെയും കളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ പിള്ളേർ മാത്രമല്ല, ഞാനും ഇക്കായും ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കളിച്ചത്. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇതിപ്പോ കുറേ വഴി ചുറ്റിയിട്ടൊക്കെ ഇവിടുന്ന് തെറ്റിയതാ ശരിയായി. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് താരക്കുട്ടി ഇതിൽ നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇങ്ങനെ വന്നിട്ട് അത് സെയിമല്ലല്ലോ, സെയിമാണ്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. പാപ്പി തോറ്റി. താരക്കുട്ടി ഇത് ജയിച്ചു, പാപ്പി തോറ്റി. ട്യൂഷനായി ഇന്നേ കിടന്ന് ഇങ്ങനെ ഇതാക്കണം. ട്യൂഷൻ പോകാനാവുമ്പോഴേക്ക് എന്തോ മടിയിട്ട് കഴിക്കണം എന്നാ പറഞ്ഞത്. ഫ്രൈഡ് റൈസ്, പിന്നെ ലോലിപോപ്പ്, പിന്നെ 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 പൊറോട്ട. അബി എന്താ പറഞ്ഞേ? അബിക്ക് എന്താ വേണ്ടേ? മുടിച്ച് പറഞ്ഞിട്ടില്ല. ബാക്കി എന്താ പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞു ബാക്കി ഉണ്ടാവും കഴിക്കാനുണ്ടെങ്കിൽ. അവനെന്താ പറഞ്ഞു? ചിക്കൻ ഫ്രൈഡ് റൈസ്, ലോലിപോപ്പ്, പിന്നെ എന്താ കഴിക്കാൻ പറഞ്ഞേ? ബട്ടർ നാൻ. അതെങ്ങനെ ശരിയാണ്? ലോലിപോപ്പിന് വേണ്ടിട്ട്. എന്നിട്ടിപ്പോ അവനക്ക് വേണ്ടാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട് ലോലിപോപ്പ്. പിള്ളേർക്ക് കഴിക്കാൻ പറ്റുന്നില്ലാണ്ട് ചിക്കൻ സ്റ്റൂ, ഫ്രൈഡ് റൈസ്, ഡ്രാഗൺ ചിക്കൻ, നാൻ, ബട്ടർ നാൻ. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. താരക്കുട്ടിക്ക് എന്താ? ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് റൈസ്. എനിക്ക് പകരം ബട്ടർ നാൻ, സ്റ്റൂ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും വയറൊക്കെ നിറഞ്ഞിട്ട് അപ്പോൾ നമ്മളിന്ന് പാർസൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പോൾ വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എവിടെ കുഞ്ഞന്മാരെവിടെ? കുഞ്ഞന്മാരെവിടെ? കിട്ടിയാ? വാ പോവാ വാ.